കേട്ടില്ലേ സ്വാമി, പെങ്ങളെ മോള് പറഞ്ഞത്? അവിടെയും പണിയെടുത്തിട്ട് വന്ന് ഇവിടെ പണിയെടുക്കാൻ പറ്റുമോന്നാണ് ഓള് ചോദിച്ചത്. അപ്പോൾ ഈ 3 മാസവും നയിച്ചതോ ഒരുത്തി ഇവിടെ കിടന്ന് പണിയെടുത്തില്ലേ? അപ്പോൾ ഓക്ക ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഓളും ഒരു മനുഷ്യജീവിയല്ലേ എന്ന് കല്യാണി അമ്മമ്മ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ അതിന് മറുപടി ഒന്നും പറയാണ്ട് മിണ്ടാണ്ടിരുന്ന്. അന്നേരം പിന്നെയും ആവർത്തിച്ച് പറഞ്ഞ് കല്യാണി അമ്മമ്മ, എന്താ സ്വാമി ഞാൻ പറഞ്ഞിട്ട് നീ ഒന്നും മിണ്ടാത്തത്? ഉത്തരമൊന്നും ഇല്ലേ ഇങ്ങോട്ട് പറയാൻ എന്ന് ചോദിച്ച്. അതിന് അച്ഛൻ പറഞ്ഞ്, ഞാൻ എന്ത് ചെയ്യാനാ അമ്മ, അത് ഓല് തന്നെ മനസ്സിലാക്കണ്ട. ഇപ്പോൾ പെണ്ണുങ്ങൾ തമ്മിൽ ഞാൻ അതിലിടവരാൻ പറ്റുമോ? ഇപ്പോൾ ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓള് വിചാരിക്കും മാമ എനിക്ക് അച്ഛനും അമ്മയും ഇല്ലാത്തതല്ലേ, ഞാൻ മാമനുണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ ഇവിടെ വന്നത്, മാമന് എന്നെ ഇങ്ങനെ പറയുന്നത് എന്താ എന്ന് പറഞ്ഞിട്ട് ഓള് കരയും. മറ്റോളെടുത്ത് പറഞ്ഞാൽ, എന്താ ആപ്പ ഞങ്ങൾക്ക് വേറെ എവിടെയും പോകാൻ വഴിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നത്, ആപ്പനക്ക് ഞങ്ങൾ ഇവിടെ വന്ന് ഇഷ്ടപ്പെട്ടിക്കില്ലേ എന്ന് ഓള് പറയും. ഞാൻ എന്തെന്നാ വേണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ആരെ ഭാഗത്തും പറയാണ്ട് ഞാൻ നടുവിൽ നിൽക്കുന്നത് എന്ന് അച്ഛൻ പറഞ്ഞു. ശരി സ്വാമി, എന്നും ഇങ്ങനെ നടുവിൽ നിന്നാൽ മതിയോ? ഇതിനൊരു തീരുമാനത്തിലെത്തണ്ടേ എന്ന് കല്യാണി അമ്മമ്മ പറഞ്ഞ്. ഇവരെയൊക്കെ ഒരു ദിവസം വീട്ടിൽ ഭക്ഷണം വെച്ച് കഴിക്കാൻ പറ്റുന്നില്ല, അത് വലിയൊരു പണിയാണ് എന്നാണ് ഈ ബാല്യക്കാർത്തികൾ പറയുന്നത്. അപ്പോൾ ഇവള് പാവല്ലേ, നീ കെട്ടിക്കണ്ടോന്നോള്? അപ്പോൾ ഓക്ക് ദേഷ്യം പിടിക്കുന്നെന്ന് പറഞ്ഞാൽ ഓക്ക് പിടിക്കൂലേ? ഒന്ന് ആലോചിക്ക് സ്വാമി എന്ന് പറഞ്ഞ്. അച്ഛൻ പറഞ്ഞു, ശരിയാണമ്മേ, എന്ത് ചെയ്യാൻ പറ്റിപ്പോൾ? വീട്ടിലേക്ക് വന്നവരെപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വിടാൻ പറ്റുമോ? ഓല് തന്നെ പോകണം, അല്ലാണ്ട് നമ്മളായിട്ട് എന്താ പോകുന്നില്ലെന്ന് ചോദിക്കാൻ പറ്റുമോ? ഓല് തന്നെ അത് മനസ്സിലാക്കണ്ടേ. ഞാനിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ്. അന്നേരം അമ്മ പറഞ്ഞ്, ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യാനിവിടെ ആരും പറഞ്ഞില്ല. അതുകൊണ്ട് ഏട്ടൻ്റെ മോളും പെങ്ങളെ മോളും എന്തെന്നാ തോന്നുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യട്ടെ. ഇനി അവരിവിടുന്ന് പോകുന്നവരെ ഞാൻ വീട്ടിൽ ഒന്നും വെച്ച് വിളമ്പി ആർക്കും തരില്ല. പീടിയെന്ന് വാങ്ങിയിട്ട് കഴിച്ചോളുക, ഇല്ലെങ്കിൽ പട്ടിണി കിടക്കുക പൈസ ഇല്ലെങ്കിൽ. ഇനി എനിക്ക് കഴിയല്ല, എത്രയെന്ന് വെച്ചിട്ടാണ് പണിയെടുക്കുക? അതിനൊക്കെ ഒരു അതിരില്ലേ എന്ന് അമ്മ പറഞ്ഞ്. അതിന് മറുപടി അച്ഛനൊന്നും പറഞ്ഞില്ല. മറുപടി ഇല്ല, എന്തു പറയാനാ, അതുകൊണ്ട് പറഞ്ഞില്ല. പിന്നെ എന്ത് ചെയ്യാനാ, അവർ രണ്ടാളും പോയല്ലോ റെയിലും കടന്ന് അപ്പുറത്ത് ഭക്ഷണം കഴിക്കാം ഹോട്ടലിലേക്ക്. ആണുങ്ങളെ പോലെ എത്ര മണിക്കാണ് പോകുന്നത്? 8-8:30ക്കാണ് ഹോട്ടലിൽ പോകുന്നത് ഭക്ഷണം കഴിക്കാൻ പെണ്ണുങ്ങൾ. ഇത് നല്ല ശീലമാണോ? നല്ല കുടുംബത്തിൽ പറഞ്ഞ ചെയ്യുന്ന പണിയാണോ ഇത്? ഇല്ല, കുടുംബം നല്ല കുടുംബം തന്നെയാണ്, പക്ഷെ ഇവരിങ്ങനെ ആയിപ്പോയല്ലോ. എന്ത് ചെയ്യാനാ? ഈ അരിയിലൊക്കെ കല്ല് വീഴുന്ന പോലെ നല്ല കുടുംബത്തിൽ ഇങ്ങനത്തെ ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ഇതായിരിക്കും അവിടെയും ഇവർ ആവർത്തിച്ചത്. അതാണ് കച്ചറയായിട്ട് രണ്ടാളും അടിയുണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് പോകുന്നത്. വീട്ടിൽ ചോറ് വെച്ച് തിന്ന് ഇത്ര വലിയ പണിയാണോ പെണ്ണുങ്ങൾക്ക്? അത് പെണ്ണുങ്ങൾക്ക് കാലാകാലം പെണ്ണുങ്ങൾ കാഴ്ച വെച്ച പണിയല്ലേ, അതിലെന്താ കുറവിരിക്കുന്നവർക്ക് എന്ന് പറഞ്ഞ് കല്യാണി അമ്മമ്മ. എന്താക്കാനാ, അപ്പോഴത്തേക്ക് അവർ രണ്ടാളും
ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു സമയം ഒരു 9:15. അപ്പോൾ പെണ്ണുങ്ങളല്ലേ ഈ റെയിലും അത്രയും വലിയ ഏകരത്ത് കയറി ഇറങ്ങി വരുന്നത്, ബാല്യക്കാരത്തികളല്ലേ, വയസ്സത്തികളൊന്നുമല്ലല്ലോ. അപ്പോൾ അത്രയും സമയം കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ പോരാത്തതിന് ഈ പൊടിയുണ്ടല്ലോ, പട്ടണം പൊടി ഈറ്റികൾ അതും ഇങ്ങനെ വായിൽ തേക്കും. അതും തേച്ചുകൊണ്ടാണ് ഈ വരുന്നത്. അച്ഛനത് ഇഷ്ടപ്പെട്ടില്ല, അവരത് വായിൽ വെക്കുന്നത്. അന്നേരം വന്നപ്പോൾ പറഞ്ഞ്, മുത്തു ആടുന്നക്ക് എന്ന് പറഞ്ഞ്, എന്താ അപ്പാ എന്ന് ഇങ്ങോട്ട് ചോദിച്ച്. ഇപ്പോൾ സമയം എത്രയായി എന്ന് ചോദിച്ച്. അന്നേരം ഇപ്പോഴത്തെ പോലെ മൊബൈലും ഇത് വാച്ചൊന്നും കയ്യിലില്ലല്ലോ, വീട്ടിലൊരു ക്ലോക്ക്, ചെറിയൊരു ടൈം പീസ്, അങ്ങനത്തെ സാധനങ്ങളാണ് ഉണ്ടാവുമെന്നെല്ലാം. അന്നേരം അറിയില്ലല്ലോ അപ്പാ, എത്ര ഉണ്ടാവും, ഒരു 8 മണി ഉണ്ടാവുമോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചോദിച്ചു. ഇവിടുന്ന് പോകുമ്പോൾ 8:30. ഓള് പോയി തിരിച്ച് 1 മണി 1.5 മണിക്കൂർ കഴിഞ്ഞ് വന്നിട്ടാണ് ഓൾ 8 മണി എന്ന് പറയുന്നത്. അന്നേരം അച്ഛൻ പറഞ്ഞ്, 8 മണി എന്ന് പറയുന്നത് നാളെ രാവിലെ വരും മോളെ, ഇപ്പോൾ 8 മണിയല്ല, ഇപ്പോൾ സമയം 9:30 ഇങ്ങനെയാണോ? ഇത്രയും ഒരു ലേശെങ്കിലും പേടി വേണ്ട, നിങ്ങൾ പെൺകുട്ടികളല്ലേ, ഈ പാതിരായിക്ക് ഇങ്ങനെ വരുന്നത്, ഒറ്റയ്ക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ എന്തു ചെയ്യും? അന്നേരം ഓള് ചോദിച്ചു, എന്ത് പറ്റാനാ എന്ന് അങ്ങോട്ട് ചോദിച്ച്. എന്ത് പറ്റാനാന്ന് ഞാൻ അങ്ങോട്ട് പറയണം മോളെ, എനിക്കറിയില്ലേ, ഇപ്പോൾ ഉള്ള കാലത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്ന ശരിയാണോ? ഞങ്ങൾ രണ്ടാളും 2 ആളെ തമർത്തും ആപ്പൻ അതറിഞ്ഞൂടെ? അപ്പൻ എന്തിനാ പേടിക്കുന്നത്? ഒറ്റയ്ക്ക് ഒരാളെ അടിച്ച് തമർത്താനുള്ള തണ്ടുണ്ട് നമുക്ക്, പിന്നെന്തിനു പേടിക്കണം എന്ന് പറഞ്ഞ് അച്ഛൻ അതിന് പറഞ്ഞു, അതിനല്ല മോളെ, നീ അടിക്കുന്ന തമർത്തുന്നല്ല ഞാൻ പറഞ്ഞത്. എന്തായാലും ഞാൻ ഒരു പെൺകുട്ടികളല്ലേ നിങ്ങൾ, അപ്പം പെണ്ണാണെന്നുള്ളത് ഒരു നമ്മളെ മനസ്സിലൊരു ഇത് വേണ്ടേ, അതല്ലാണ്ട് പെണ്ണ് ആണിനെ പോലെ ആവാൻ പറ്റുമോ എന്ന് അച്ഛൻ പറഞ്ഞ്. അതിന് പൂർണിമ അങ്ങോട്ട് പറഞ്ഞ്, അതെന്താ മാമ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? പെണ്ണാണെങ്കിൽ അത്ര ചീപ്പാണോ? പെണ്ണാണെങ്കിൽ ഒന്നിനും കൊള്ളാത്തതാണോ? ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. അവൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. നീ പെണ്ണല്ലേ, വെറും പെണ്ണല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓനെ ഞാൻ കളഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. ഓനെയും ഓൻ്റെ 2 മക്കളെയും വേണ്ടെന്ന് ഉപേക്ഷിച്ച് ഞാൻ വന്നത്. ഈ പെണ്ണുങ്ങൾ അങ്ങനെ ചീപ്പായി കാണരുത്. ആര് പറഞ്ഞാലും എനിക്കത് ഇഷ്ടാവില്ല മാമ എന്നോട് ചോദിച്ചാലും കുഴപ്പമില്ല എനിക്ക്. ഈ പെണ്ണാന്ന് പറഞ്ഞ് ഈ ചീപ്പായിട്ട് എന്തിനാ പറയുന്നത് എന്ന് പറഞ്ഞ് ഓക്ക് ദേഷ്യം പിടിച്ച് മാമനോട്. അന്നേരം അച്ഛൻ അങ്ങനെ വെള്ളം അടിച്ചിട്ടില്ലെങ്കിൽ വളരെ നല്ല മനുഷ്യനാണ്, ശാന്തമായിട്ട് ആരോടും സംസാരിക്കും. അങ്ങനെ എടുത്തെറിഞ്ഞ് മുഖത്തടിച്ച വർത്താനൊന്നും ആരോടും അങ്ങനെ പറയില്ല. അങ്ങനത്തെ ഒരു നല്ല ഒരു സ്വഭാവം അച്ഛൻ്റെ. ആ വെള്ളമടിച്ച സമയം മാത്രം ഒരു എന്തെങ്കിലും ഒരു ഇത് ഉണ്ടാവും, അല്ലാത്ത നേരം നല്ല ഒരു നല്ല മനുഷ്യനാണ്. അന്നേരം അച്ഛൻ അങ്ങോട്ട് പറഞ്ഞ്, പൂർണിമേ, ഞാൻ പറയുന്നതിൻ്റെ കാര്യം നീ മനസ്സിലാവാണ്ട നീ ചൂടാവുന്നത്. ഞാൻ നിന്നെ കുറച്ചിട്ടല്ല പറഞ്ഞത്, ചീപ്പാക്കിയിട്ടല്ല പറഞ്ഞത്. നീ അത് മനസ്സിലാക്കണോ? നിന്നെ ഞാൻ ചീപ്പാക്കി പറയാം, നീ എൻ്റെ ആരാ? എൻ്റെ സ്വന്തം പെങ്ങളെ മോളല്ല നീ? നിന്നെങ്ങനെ ഞാൻ അങ്ങനെ പറയും? അകത്ത് കിടന്ന് ഉറങ്ങുന്ന ആ സെൽവിയും നീയും എനിക്ക് ഒരുപോലെ തന്നെയാണ്, എൻ്റെ മക്കൾ തന്നെയാണ് നിങ്ങളെല്ലാവരും. ഞാൻ അങ്ങനെയൊന്നും പറയില്ല. നീ അങ്ങനെ പറയാരോടെ സംസാരിക്കണമെന്ന് നീ നോക്കി സംസാരിക്കണം, അല്ലാണ്ട് വെറുതെ വായി തോന്നി പറയരുതേ. എനിക്കങ്ങനെ 2 വീക്കങ്ങ് ഞാൻ വെച്ച് തരും എന്ന് അച്ഛൻ അങ്ങോട്ട് പറഞ്ഞ്. അതിന് ഇങ്ങോട്ട് മറുപടി പറഞ്ഞ്, ഇനി അതിൻ്റെ കുറവാണല്ലോ നീ. അല്ലെങ്കിൽ തന്നെ എന്നെ തള്ളി ചതച്ച് അടിച്ച് ഓൻ്റെ അടിയും കുത്തും സഹിക്കാൻ പറ്റാണ്ട ഓനെ ചാടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ. ഇനി മാമനാ കുറവുണ്ടെങ്കിൽ മാമൻ തല്ലിക്കോ, ആരാ ഇപ്പം തല്ലണ്ടെന്ന് പറഞ്ഞ്? നിങ്ങൾക്ക് എല്ലാ അവകാശമുണ്ട്, തല്ലാനും കൊല്ലാനോ എല്ലാം. എൻ്റെ അമ്മ നിങ്ങളുടെ കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെന്താ എന്ന് ഓള് പറഞ്ഞു. പിന്നെ അച്ഛനെന്ത് പറഞ്ഞേ, എടി നീ ഇനി മിണ്ടരുത്, നീ മിണ്ടാണ്ട് പോയി കിടന്നോ, ഇനി ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് സമതല അങ്ങ് തെറ്റിപ്പോവും എന്ന് അച്ഛൻ പറഞ്ഞു. എന്നിട്ട്
ഓള് പോയി. മുത്തേച്ചി മാത്രം അച്ഛൻ്റെ അടുത്തിരുന്ന്. അന്നേരം ഓളെടുത്ത് പറഞ്ഞു, മോളെ ഇതൊന്നും ശരിയല്ല. ഇപ്പോൾ 3 മാസമായി നിങ്ങളിവിടെ വന്നിട്ട്. അപ്പം ഇങ്ങനെ പറഞ്ഞെന്ന് നീ വിചാരിക്കരുത്. നിങ്ങൾ ഇവിടെ താമസിക്കുന്നതിനെ കൊണ്ട് എനിക്കോ എൻ്റെ ഇളയമ്മയ്ക്കോ ഒരു ബുദ്ധിമുട്ടുമില്ല, ഒന്നും ഒരു ഇടങ്ങാറുമില്ല, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അങ്ങനെയല്ല, അത് ശരിയല്ല. നിങ്ങൾക്ക് ഭർത്താവും മക്കളൊക്കെ ഉള്ളതാ. അപ്പം കുടുംബം ഇങ്ങനെ വിട്ടിട്ട് ഇങ്ങനെ ബാച്ചിലറായിട്ട് ഇങ്ങനെ ജീവിക്കാൻ പാടില്ല. അപ്പോൾ ഒന്നിക്കൽ ഓല ഇങ്ങോട്ട് വരുത്തണം. ഞാൻ സംസാരിക്കാം, എന്താ പ്രശ്നം എന്ന് വെച്ചാൽ. നമുക്ക് പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നുമില്ല, പറഞ്ഞു തീർക്കാം, അത്രേ ഉണ്ടാവും. ഇപ്പം കച്ചറില്ലാത്ത വീട് ഇടയില്ലാലോ എന്ന് അച്ഛൻ പറഞ്ഞു. അതിന് മുത്തു പറഞ്ഞു, വേണ്ട അപ്പാ, ഓനെങ്ങോട്ട് വരുത്തിക്കണ്ട. ഞാൻ ഞായറാഴ്ച ഇവിടുന്ന് പൊക്കോളാം എന്ന് പറഞ്ഞ്. അതിന് അച്ഛൻ പറഞ്ഞ്, എടി മോളെ, ഇനി പോവാനല്ല ഞാൻ പറഞ്ഞത്. ഇത് നിൻ്റെ അച്ഛൻ്റെ വീടാണ്, നിനക്ക് എപ്പോഴും വരാം, എന്നും നിൽക്കാം. പക്ഷെ അത് എങ്ങനെ വരണം? സന്തോഷമായിട്ട് വരണം. അവിടെ ആരോടും ഒന്നും ഒരു ഉടക്കൊന്നും ഇല്ലാണ്ട്, കച്ചറയില്ലാണ്ട്, നിൻ്റെ ഭർത്താവും മക്കളും നീയും വന്നോ, കൊല്ലക്കണക്കിൽ ഇവിടെ നിന്നോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇപ്പം നീ വന്നത് അങ്ങനെയല്ലല്ലോ. അവിടെ കച്ചറ ഉണ്ടാക്കിയിട്ടല്ലേ ഞാൻ വന്നത്. അതിനാണ് ഞാൻ പറയുന്നത്. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.